ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ അതാ നമ്മളിന്ന് ഡിന്നർ കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഞാനിത് ഗോതമ്പ് മാവിൽ ക്യാരറ്റ് ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയ ദോശയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രാത്രി നമ്മുടെ സ്റ്റിച്ചിങ് റൂം ഒന്ന് ക്ലീൻ ചെയ്യണം, അതുപോലെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ എന്നും രാത്രിയാണ് ഇതെല്ലാം ക്ലീൻ ചെയ്യാറ് കേട്ടോ. അന്നത്തെ വർക്കെല്ലാം കഴിയുമ്പോൾ തന്നെ രാത്രിയാവും. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കിടക്കാറ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. രാവിലെ തന്നെ DTDC ഓഫീസിൽ പോകാനുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ പോയ വഴിക്ക് ഇത് നമ്മളെ വീട്ടിൻ്റെ തന്നെ മതിലിൻ്റെ പുറത്ത് ഇതുപോലെ ഒരുപാട് പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് ഓഫീസിൽ പോയി കുറച്ച് കൊറിയർ കൊടുക്കാനുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഒരു ഡ്രസ്സ് നമുക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ. പോയപ്പോൾ അവർ നമുക്ക് സ്നേഹത്തോടെ 2 ഡയറി മിൽക്കിൻ്റെ മുട്ടായി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കസ്റ്റമേഴ്സ് സ്നേഹത്തോടെ ഗിഫ്റ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി നമുക്ക് വീട്ടിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ നമുക്കിന്ന് പുട്ടും പപ്പടവും പയറ് കറിയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് സ്റ്റിച്ചിങ്ങിനാണ്. അപ്പോൾ സ്റ്റിച്ചിങ് റൂമിലോട്ട് പോയപ്പോൾ ഈ ഒരു ഗൗൺ, ഇത് എൻ്റെ ഒരു പഴയ ഗൗണാണ്. ഇതിനെ ഒന്ന് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനെ നമുക്കൊരു 3 പീസ് സെറ്റ് ആക്കണം എന്നാണ് എൻ്റെ ഒരു ഐഡിയ. നമുക്ക് ചെയ്ത് നോക്കാം എന്താവുമെന്ന്. ഫസ്റ്റ് നമുക്കിത് ഫുള്ളായിട്ട് അഴിച്ചെടുക്കാം. അപ്പോൾ യോക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്ന വർക്ക് മെറ്റീരിയൽ മാറ്റുന്നുണ്ട്. താഴത്തെ പോർഷനിൽ ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയൽ, ഷൈനിങ് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ലൈനിങ് ഉണ്ട് കേട്ടോ. ആ ലൈനിങ് കട്ട് ചെയ്ത് ഞാൻ ഫസ്റ്റ് ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. സ്കർട്ട് ഫുള്ള് നമ്മൾ ഗ്യാദേഴ്സാണ് കൊടുത്തിരുന്നത്. അത് 3 മീറ്റർ ഉണ്ടായിരുന്നു നമ്മളത് അഴിച്ചെടുത്തപ്പോൾ. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നെക്കും ഫ്രണ്ട് ആം ഹോളും ഫ്രണ്ട് നെക്കൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ലൈനിങ് വെച്ചിട്ട് തന്നെ നമുക്ക് മെയിൻ പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ ചുളുക്കുണ്ടായിരുന്നു. ഞാൻ അയൺ ചെയ്യാൻ വിട്ടുപോയി. അയൺ ചെയ്തിട്ട് വേണം കേട്ടോ നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതാ മെയിൻ പീസും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നെക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ഫ്രണ്ട് നെക്കിൽ കുറച്ച് ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ലൈനിങ് വെച്ചിട്ട് ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പീസ് നല്ല രീതിയിൽ ചുളുക്കായതുകൊണ്ട് ജോർജറ്റിൻ്റെ മെറ്റീരിയലും കൂടെ അല്ലേ, അതുകൊണ്ട് നമുക്ക് സ്ലീവിന് തികയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി സ്ലീവിൽ വേറൊരു മെറ്റീരിയൽ എടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു മെറ്റീരിയൽ ഷൈനിങ് ജോർജറ്റ് എടുത്തത് രാമചന്ദ്രനിൽ നിന്നാണ് കേട്ടോ, ട്രിവാൻഡ്രം രാമചന്ദ്രനിൽ നിന്നാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ സെയിം മെറ്റീരിയൽ കിട്ടാത്തതുകൊണ്ട് പ്ലെയിൻ ജോർജറ്റാണ് കേട്ടോ ഞാൻ പാൻറ്റിനും സ്ലീവിനും വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നെക്ക് നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ വി നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആരി വർക്കാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ആരി നീഡിലും സാരി ത്രെഡും എടുത്തിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. നോർമലി എല്ലാവരും ആരി വർക്കിൽ ഫസ്റ്റ് ബേസിക് സ്റ്റിച്ചാണ് ഈ ഒരു ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ നമുക്കത് ഫസ്റ്റ് ഈ ഒരു ബോർഡറിലൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡബിൾ ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കാം. ഡബിൾ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ കൊടുക്കുമ്പോഴാണ് ഡബിൾ ചെയിൻ സ്റ്റിച്ച് ആവുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടി ചെയ്തെടുക്കാമേ. ഇനി കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഗോൾഡൻ്റെ ബീഡ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഹാൻഡ് വർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഗമ്മ് തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സർക്കിളും അതുപോലെ ട്രയാങ്കിൾ, പിന്നെ അങ്ങനെ പല ഷേപ്പിന് നമുക്ക് മഴത്തുള്ളിയുടെ ആ ഒരു ഷേപ്പ്, അപ്പോൾ പല പല ഷേപ്പിൽ നമുക്ക് ഈ ഒരു സ്റ്റോൺസ് വാങ്ങാൻ കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ വേറെ ഏതോ വർക്കിന് വേണ്ടി വാങ്ങിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് എല്ലാം കൂടി ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തത്.
ഈ ഒരു സ്റ്റോൺ വെച്ചിട്ടാണ് കമ്മലും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനി ഒരു ദിവസം ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ്റെ അടിയിലായിട്ട് നമുക്ക് ഗോൾഡൻ്റെ ബീഡ്സും കൂടി ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പെൻസിലിൽ ഗമ്മ് മുക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കുകയാണേ. പിന്നെ കുറച്ച് ഫിനിഷിങ് കിട്ടാൻ വേണ്ടി ഞാൻ ആ ചെയിൻ സ്റ്റിച്ച് ചെയ്തില്ലേ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് കട്ട് ബീഡ്സിൻ്റെ ഒരു വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ യോക്ക് പോർഷനിൽ ഫ്രണ്ടിൽ തന്നെ സ്കാറ്റേർഡ് ആയിട്ട് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഇതും കൂടി കൊടുക്കുന്നുണ്ട്. ട്രയാങ്കിളിൻ്റെ സ്റ്റോൺസും കൂടി വർക്കും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് സ്കാറ്റേർഡ് ആയിട്ട് ഇതുപോലെ കൊടുക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ടോപ്പ് ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വർക്ക് ചെയ്തത്. ഈ ഒരു ഒട്ടിക്കുന്ന പരിപാടിയൊക്കെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചെയ്തത്. ഇത് ആ ഗൗണിൻ്റെ ഷോളാണ് കേട്ടോ. ഗൗണിന് ഞാൻ നേരത്തെ ആദ്യം കാണിച്ചില്ലേ, ആ ഗൗണിൻ്റെ ഷോളാണ്. അപ്പോൾ നമുക്കിതിന് ഈ ഷോൾ തന്നെ മതിയാവും. ഇതിൻ്റെ സൈഡിലൊരു ലേസ് വർക്കുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഇതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ വർക്ക് ഫുൾ കഴിഞ്ഞ് നമ്മൾ സ്ലീവിലും ഇത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. സ്ലീവിലും ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫുള്ളായിട്ടും ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സ്ലീവിൻ്റെ എൻഡിൽ ആ നെക്ക് ഡിസൈൻ കൊടുക്കണമെന്നുണ്ട്, ടൈം ഇല്ലാത്തതുകൊണ്ട് ചെയ്തില്ല. അതിന് പേരായിട്ട് ഞാൻ എന്താ ഒരു പലാസോ പാൻറ്റ്, നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള പലാസോ പാൻറ്റാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു, ഇനി ടോപ്പും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫിനിഷ് ചെയ്തെടുത്തു. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.